BB 2005 എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാത്തത്, എന്താ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാത്തതെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ സംസാരിക്കാൻ ഒരു സമയമാവട്ടെ, അല്ലേ എൻ്റെ അഭിപ്രായം പറയാൻ കുറച്ചൊന്ന് അവിടെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പം എനിക്കിപ്പം എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ പറയാം, രേണു സുധി പോയി. എല്ലാവരും ബിഗ് ബോസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിയാൽ ബിഗ് ബോസ് തൂത്ത് വാരി പോകുന്നത് രേണു സുധി ആയിരിക്കും. കഴിഞ്ഞ വർഷം ജാസ്മിൻ കാരണം ജാസ്മിനാ ഏറ്റേഴ്സ് ഫുള്ളുള്ളത്, പക്ഷേ ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് പലരും കണ്ടുകൊണ്ട് പോയത്. അതുകൊണ്ടും പലരുടെയും ഒരു പൊട്ട ചിന്താഗതിയായിരുന്നു ബിഗ് ബോസ് രേണു സുധി ഉള്ളത് കൊണ്ട് പലരും കാണുന്നു, രേണു സുധി അങ്ങ് അടിച്ചു വാരി പോവും, ഫയർ ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ആ തീ കത്തിക്കൽ ബിഗ് ബോസ് ഒന്നായിട്ട് കത്തിച്ച് മറച്ച് കപ്പും കൊണ്ട് തിരിച്ചു വരുമെന്നൊക്കെ. പക്ഷേ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കൊണ്ടുപോയത് വേറെ ആരും അല്ല കേട്ടോ, അനു തന്നെയാണ്. അത് എത്ര ആൾ എന്നോട് യോജിക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ബിഗ് ബോസ് പലരും കാണുന്നുണ്ടെങ്കിൽ അത് അനു ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി എന്ന് ഞാൻ പറയൂ കേട്ടോ. കാരണം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കാണുന്നതോ 24 hours മറ്റേ ലൈവ് കാണുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷേ കണ്ടതിൽ വെച്ച് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് അനു ആയിരിക്കും, ജിസലിനെക്കാട്ടിലും അനു ആയിരിക്കും. അവർ തമ്മിലുള്ള ഒരു അടി, അതാണ് ഇപ്പം ബിഗ് ബോസ് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നേ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, രേണു സുധി ഉള്ള സമയത്ത് എല്ലാവരും രേണു സുധി ബിഗ് ബോസ് പോവുകയാണെന്ന് പറഞ്ഞപ്പം അതുവരെയും രേണു സുധിക്ക് ഫുള്ള് ഹേറ്റേഴ്സാണല്ലോ ഉണ്ടായിരുന്നത്, ഫുള്ള് നെഗറ്റീവ് കമൻറ്റുകളും ആയിരുന്നല്ലോ. അപ്പം അവിടെ പോയപ്പം ഈ ഒരു ഫയറിൻ്റെ വർത്താനവും കൂടി പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു കത്തിച്ച് പന്തം കത്തിക്കും പോലെ ഒന്നായിട്ട് കത്തിച്ചിങ്ങ് കൊണ്ടുവരുമെന്നൊക്കെ കരുതിയത്. പക്ഷെ വെറുതെ എൻ്റെ അഭിപ്രായത്തിൽ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു രേണു സുധി എന്ന് പറയുന്നത്. അപ്പോൾ അവർ എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഒന്നും അവർ കൊണ്ട് താങ്ങൂല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം അവിടെ ഗെയിമുകളോടൊക്കെ ആയിട്ട് മടിയായിട്ടാണ് ആ സ്ത്രീ അങ്ങനെ വയ്യായ ഇങ്ങനെ വയ്യായ അത് വയ്യായ ഇത് വയ്യായ എന്നൊക്കെ പറയുന്നത്. മേലനങ്ങി ശീലമില്ലാത്തതുകൊണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. മേലനങ്ങി ശീലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗെയിമൊക്കെ കളിക്കുക. ഇനി ഇത് ഈ ആക്ട് ചെയ്യുന്നത് പോലാണ് അവിടെ പോയിട്ടും എന്നുള്ള ചിന്താഗതി കഴിഞ്ഞ ഇയറിൽ പോയപ്പം നിഷാനെയോ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് മനസ്സിലാക്കിയത്, ബിഗ് ബോസിൽ ഇങ്ങനെ മേലനങ്ങിയിട്ടുള്ള ഗെയിംസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പേരായി ചോദിക്കുന്നത് എന്തേ ബിഗ് ബോസിനെ കുറിച്ചൊന്നും പറയാത്തത്, ബിഗ് ബോസിനെ കുറിച്ച്. കാരണം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് യൂട്യൂബർമാരിൽ ഒരുവിധ ആൾക്കാരുടെയൊക്കെ കണ്ടൻറ്റും ബിഗ് ബോസാണ്. ദിവസം ഒരു 4 വീഡിയോ ഇടുകയാണ്, അതിൽ കൂടെയാണ് പലരുടെയും വരുമാനം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനൊന്നും പോയില്ല. കാരണം എനിക്ക് സത്യം പറയാച്ചാൽ അറിയത്തില്ല സംസാരിക്കാൻ എന്ന് പറയും. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നടക്കുന്ന ആൾക്കാർ അത് അടുത്ത് അവരുടെ കണ്ടന്റ് ആക്കിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊന്നും വാ തുറന്ന് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായതിൽ വെച്ചിട്ട് അനുവാണ് ആ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. എനിക്കവിടെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മസ്താനിയാണ്. എനിക്ക് മസ്താനിൻ്റെ ആ ഒരു വരവിലൂടെ എനിക്ക് ആ കുട്ടി എന്തോ വൈരാഗ്യപൂർവ്വം വെച്ച് പുലർത്തുന്ന ആ ഒരു രീതിയിലാട്ടോ എനിക്ക് തോന്നിയത്. കാരണം മസ്താനി എന്നൊക്കെ പറയുന്നത് വെറൈറ്റി മീഡിയയിലൊക്കെ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ഭയങ്കര എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളൊരു കുട്ടിയായിരുന്നു. മസ്താനി ഒരു മുസ്ലിം കുട്ടിയാണ് എന്നുള്ളത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഞാൻ അറിഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ എന്താ പറയുക, ഡ്രസ്സിങ് രീതിയും ആ നടപ്പൊക്കെ ഒരിക്കലും ഒരു മുസ്ലിം ലേഡിയുടേതല്ല. പക്ഷേ എങ്കിൽ പോലും അതിനെയൊക്കെ പ്രതിരോധിച്ച് അവളാരും ഇതുവരെ എന്താ പറയുക ഉപദേശിക്കാനോ കല്ലെറിയാനോ പോയത് ഞാനിട്ട് കണ്ടിട്ടുമില്ല കേട്ടോ.
ഈ അടുത്ത കാലത്താണ് മസ്താനി ഒരു മുസ്ലിം കുട്ടിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മതത്തിൻ്റെ കീഴിലല്ലേ ഒരു ഇതിൽ അറിയാതെ നല്ല സ്ട്രോങ് ലേഡി ആയിട്ട് പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ എത്തിയ സമയത്ത് വളരെ മോശം അഭിപ്രായം എനിക്ക് ആ കുട്ടീനെക്കുറിച്ച്. ഞാൻ ആ കുട്ടീനെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ലായിരുന്നു ചിന്തിച്ചത്. നമ്മൾ പറയുന്നൊരു കാര്യമില്ലേ, കൂടി കിടക്കുന്നവനെ ഒരു അപ്പനെയും ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന്. അതേപോലെ നമുക്ക് അടുത്തറിയുമ്പോൾ ഈ കുട്ടീനെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് സ്ക്രീനിൽ സ്ക്രിപ്റ്റഡാണ്. ആ സ്ക്രിപ്റ്റാണ് നമ്മൾ കാണുന്നത്. റിയൽ ലൈഫ് കാണുന്ന സമയത്ത് വളരെ മോശമാണ് എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡെല്ലാം കൂടി വെച്ചിട്ട് പിന്നെ എനിക്ക് അവിടെ എടുത്ത് പറയാൻ ആരുടെയും അങ്ങനെ ഇതില്ല. പിന്നെ അതേപോലെ അനീഷേട്ടൻ എന്ന് വെച്ചാൽ ആദ്യം ഭയങ്കര ഒരു ബോറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പം ഒരു പാവമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുമ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് സത്യം രേണു ഒന്ന് പോവട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയായിരുന്നു അപ്പം ഞാനുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് രേണുവിനോട് പേഴ്സണലി എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് ആ ഒരു ചടഞ്ഞുകൂടി ഇരിപ്പും പിന്നെ അനു പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പേനിൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ പറയാണ്, പേനെന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെ തലയിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാവുന്നൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമമായിട്ട് തോന്നി കേട്ടോ. കാരണം ആ കുട്ടീനെ അങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പേഴ്സണലായിട്ട് അനുവിന് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പേനെന്ന് പറയുന്നത് എൻ്റെയൊക്കെ തലയിൽ ഗൈസ്, എൻ്റെ മകൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഈ ലോഡ് കണക്കിന് പേനും കൊണ്ടാണ് വരിക. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങളിങ്ങനെ മാന്തി കളിക്കുന്ന പരിപാടിയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ ലേഡീസിൻ്റെ തലയിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെയിൻ കയറിയിട്ടുണ്ടാവും. പിന്നെ ആ കുട്ടി മുടിയൊക്കെ വെച്ചതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം, മേ ബി എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ തലയിൽ നിറയെ പേനായിരുന്നു ഗൈസ്. ഇങ്ങനെ മുടിയുടെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുന്നൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു മാഷുണ്ടായിരുന്നു, കച്ചിലി ആശ എന്ന് പറഞ്ഞിട്ട്. ആ മാഷ് ഇത് എടുത്തെങ്ങാൻ ഇന്ന പേനെന്ന് പറഞ്ഞ സമയത്ത് ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ. മാഷൊക്കെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ തലേന്ന് പേനൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാഷായിരുന്നു കേട്ടോ. അപ്പോൾ രേണു സുധീൻ്റെ ഒരു പേന്തല പറ്റി പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരിയെ ഓർമ്മ. എത്ര പേരുടെ കൂട്ടുകാരിയെ ഓർമ്മ ആവുമെന്ന് എനിക്കറിയില്ല. അതേപോലെ ഹൈസ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ വെച്ച് സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പറായിട്ടുള്ള പെണ്ണിൻ്റെ തല നിറയെ പേന, എമ്മാതിരി പേനെന്നറിയോ ഗൈസ്. ഞങ്ങൾ വിചാരിക്കുക ഈ സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പർ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടിയുടെ തല നിറയെ പേരായിരുന്നു. എനിക്കിപ്പോൾ ഈ ഓർമ്മയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ആ കുട്ടി ചിലപ്പോൾ എൻ്റെ ഫോളോവർ ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ പേനും ഈരൊക്കെ ആയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഏഞ്ഞു പോകുന്നത് കാണുകയും ഞങ്ങൾക്കൊക്കെ വെള്ളത്തട്ടമായിരുന്നു, വെള്ളത്തട്ടത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുകയും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആ പേനിൻ്റെ ഇത് പറയേണ്ട ആരുമില്ല. കാരണം കേരളത്തിലാണോ ജനിച്ച് വളർന്നത് അവളുടെ തലേ പേന് അത് നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് എല്ലാവർക്കും വരുന്നത് എൻ്റെ തലയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോള് സ്കൂളിൽ നിന്ന് കൊട്ടക്കണക്കിനാണ് കൊണ്ടുവരൽ. ഓക്കൊക്കെ മുടി ഉണ്ടായിരുന്നു, ഇപ്പം മുടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾ അവിടെ ഉള്ളത് കൊണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ പറയാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പോയപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എത്ര പേര് ഇത് ഉൾക്കൊള്ളും, എത്ര പേര് ഇത് തട്ടിക്കളയുമെന്നൊന്നും എനിക്കറിയില്ല. തട്ടിക്കളയുകയാണെങ്കിൽ ഉൾക്കൊള്ളുകയാണെങ്കിലൊക്കെ കമൻറ്റ് ഇട്ടോളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യെ തരാം കേട്ടോ. ഓക്കെ, ബൈ.